മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയുടെ ശമ്പളമെല്ലാം ഇനി കൊടുക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ് കണ്ണൻ. ആ കാര്യം തന്നെ എല്ലാവരും അവിടെ സംസാരിക്കുന്നു. കണ്ണേട്ടൻ ഉണ്ണിയേട്ടന് കൊടുക്കാനുള്ള എല്ലാ സ്വത്തുക്കളും കൊടുക്കും, പക്ഷേ അതൊന്നും പോരാ, പുള്ളിക്ക് എല്ലാം വെട്ടിപ്പിടിക്കണമെന്നാണ് ആശ. അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു ആനുകൂല്യവും കൊടുക്കരുതെന്നും ഏട്ടത്തി അത് ബോൾഡായിട്ട് തന്നെ തീരുമാനിക്കണമെന്നുമെല്ലാം മഞ്ജു പറയുന്നുണ്ട്. അപ്പോഴേക്കും ലേഖ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തോട്ടാണ് കുഞ്ഞിനെയും കൊണ്ട് മഹി പോകാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോഴൊന്നും കുഞ്ഞിനെയും കൊണ്ട് പോകണ്ട എന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കാനായിട്ട് മടിയുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലേഖയാണെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തന്നെ നിൽക്കുന്നു. പിന്നീട് നൂലുകെട്ടിന് വേണ്ടി കുഞ്ഞിനെ ഒരുക്കാനായിട്ട് കുഞ്ഞിനെ തൊട്ടിയിൽ നിന്നും എടുക്കുകയാണ് എല്ലാവരും. നൂലുകെട്ടിന് പോകാനായിട്ട് ഒരുങ്ങി വരുന്ന മോഹിനിയെ കാണുന്നത് മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ആകെ ദേഷ്യത്തോടു കൂടി തന്നെ സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, കയ്യിലൊരു കെട്ടെല്ലാം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, എൻ്റെ പഴയ ഉരുപ്പിടികളെല്ലാം കൊടുത്ത് ഞാൻ കുറച്ച് സ്വർണം കുഞ്ഞിന് വാങ്ങിച്ചെന്ന് പറയുകയാണ്. അതേസമയം കോടീശ്വരിയായ ഒരു മോളുള്ളപ്പോൾ പിന്നെ എന്ത് വേണമെങ്കിലും ആകാമെന്ന് പ്രതാപം പറയുന്നത് കേട്ട് മോഹിനി പറയുന്നുണ്ട്, എൻ്റെ മക്കൾ എത്ര വളർന്നാലും എൻ്റെ കരുണയും ലക്ഷ്മി മോളും എനിക്ക് ഒരുപോലെ തന്നെയാണെന്ന് പറയുമ്പോൾ ആ രണ്ടാമത് പറഞ്ഞ പേരങ്ങ് നീ അങ്ങ് വെട്ടിയരെന്ന് പറയാണ്. അതേസമയം മോഹിനി പറയുന്നുണ്ട്, അവളെ കൊണ്ട് എന്നെ നിങ്ങൾ ഇതുവരെ സ്നേഹിപ്പിച്ചിട്ടില്ല, അതിൻ്റെയൊക്കെ കാരണം നിങ്ങൾ രണ്ടുപേരുമാണെന്ന് മോഹിനി പറയാണ്. അമ്മയും മോളെയും കണ്ടാൽ ചേട്ടത്തിയെ അനിയത്തിനെ പോലെയാണ് ഇരിക്കുന്നത്, ഇനി നിനക്ക് വേറെ കല്യാണം ആലോചിക്കും നിൻ്റെ മരുമകൻ എന്നെല്ലാം മോഹിനിയോട് പറയുമ്പോൾ, രണ്ടാമതൊരു വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ജീവിതം തന്നെ മടുത്തതാണ്, എൻ്റെ ബന്ധുക്കളെല്ലാം കൂടി എന്നെ പറ്റിച്ചുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്, അതോടുകൂടി എൻ്റെ ലക്ഷ്മി മോളുടെ ജീവിത കഷ്ടകാലവും തുടങ്ങി എന്നെല്ലാം പറയുന്നത് കേട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് പ്രതാപൻ. നീ അധികം ഇവിടെ നിന്ന് പറയാതെ പോകാൻ നോക്കടി, അല്ലേ നിൻ്റെ മുഖത്ത് എൻ്റെ കൈയുടെ പാട് വീഴുമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് അടിച്ചു നോക്ക്, അപ്പോൾ തന്നെ വിവരം അറിയാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ തന്നെ പ്രതാപനോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ അവളെ ഒന്നും ചൊടിപ്പിക്കാൻ നിൽക്കേണ്ട, അവളൊരു ഉന്ത് തന്നാൽ താഴെ വിടാനുള്ളതേ ഉള്ളൂ, നീ പിന്നെ എന്തെങ്കിലും കാണിച്ചാൽ ഈ കേസൊന്ന് അവസാനിപ്പിക്കാനായിട്ട് നോക്ക്, എങ്ങനെയെങ്കിലും തടി കേടാകാതെ നോക്കെന്ന് പറയുമ്പോഴേക്കും, എനിക്ക് വിശ്വനാഥൻ്റെ പ്രേതത്തെയൊന്നും ഇപ്പോൾ പേടിയില്ല, എനിക്ക് ഏറ്റവും പേടി ആ മാർക്കോനെയാണെന്നെല്ലാം പ്രതാപം പറയുന്നുണ്ട്. ലേഖ കുഞ്ഞിനെയും എടുത്ത് താലോലിക്കുന്നത് കണ്ട് അങ്ങോട്ട് വരികയാണ് അനന്തു. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നൂലുകെട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ട് മഹി പോകും, അപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ, നമുക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പേ തന്നെ ജർമ്മനിക്ക് പോയാൽ മതിയായിരുന്നു, അതിനുശേഷം ഇവളുണ്ടായതിനു ശേഷം മാത്രം ഇവിടെ വന്നാൽ മതിയായിരുന്നു, അതുകൊണ്ടല്ലേ നിനക്കിപ്പോൾ ഇത്ര വിഷമമെന്നെല്ലാം പറയുന്നത് കേട്ട് ലേഖ പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റിയല്ലോ അനന്തുവേട്ട എന്ന് പറയുന്നു. പിന്നീട് കണ്ണനാണെങ്കിൽ കുഞ്ഞിനുള്ള ഡ്രസ്സും കാര്യങ്ങളും സ്വർണവും എല്ലാമായിട്ട് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ കണ്ണൻ കൊണ്ടുവരുന്നത് കണ്ടിട്ട് അനന്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇതെല്ലാം വാങ്ങിച്ചത്, ഇതൊക്കെ ഞാൻ ഇവിടെ വാങ്ങിച്ചില്ലായിരുന്നോ എന്ന് പറയുമ്പോൾ, ഞാൻ കുഞ്ഞിൻ്റെ അച്ഛനല്ലേടാ, അതുകൊണ്ടാണ് ഇതെല്ലാം വാങ്ങിയതെന്ന് പറയുന്നു. നീ മാത്രമല്ല ഇപ്പോൾ അച്ഛൻ, ഞാനും കുഞ്ഞിന് രണ്ടച്ഛനും രണ്ടമ്മയും ഉണ്ടെന്നെല്ലാം പറയുന്നത് കേട്ട് വളരെ സന്തോഷിക്കുകയാണ് ലേഖ പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ ജീവിതം തന്നെ ഈ കുഞ്ഞിന് വേണ്ടിയാണെന്നെല്ലാം പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അപ്പോൾ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ എന്ത് ചെയ്തേനെ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നതിന് ഞങ്ങൾക്കൊരർത്ഥമുണ്ടായെന്നെല്ലാം ലേഖ പറയുന്നത് കേട്ട് വളരെ സന്തോഷിക്കുകയാണ് കണ്ണൻ. പിന്നീട് മഞ്ജുവിൻ്റെ അടുത്ത് ചെല്ലുന്ന കണ്ണനോടായിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട്, അമ്മ വരാനൊന്നും ഒരുങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അമ്മയെ ഞാൻ വിളിച്ചതാണെന്നും പക്ഷേ അമ്മ മനഃപൂർവ്വം വരാതിരുന്നതാണെന്നും, അമ്മ വന്നാൽ നിങ്ങൾക്കെല്ലാം അതൊരു ദേഷ്യമാകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് വരാതിരുന്നതെന്ന് പറയുമ്പോൾ, അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഈ ചടങ്ങ് അലങ്കോലമാക്കാനായിട്ട് അവരെന്തെങ്കിലും ശ്രമിക്കും, അതുകൊണ്ട് വരാതിരുന്നത് നന്നായി എന്നെല്ലാം മഞ്ജു പറയുന്നത് കേട്ട് വളരെ വിഷമത്തോടു നിൽക്കുകയാണ് കണ്ണൻ. പിന്നീട് കണ്ണൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കാണെങ്കിൽ അതെല്ലാം ഓർത്തിട്ട് ആകെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അതേസമയം കരുണയാണെങ്കിൽ മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയുമെന്ന് അച്ഛനോട് പറഞ്ഞേക്കാനായിട്ട് പറയുകയാണ് കരുണ. പക്ഷേ ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശിക്കാണെങ്കിൽ ആകെ സങ്കടം വരുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത്, അച്ഛൻ്റെ കാര്യത്തിൽ നിൻ്റെ എന്താണെന്നുള്ള കാര്യം നിനക്കിപ്പോൾ അറിയാമല്ലോ, യാതൊരു നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് അവൻ ഇരിക്കുന്നത്, അതുകൊണ്ട് മോൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നെല്ലാം പറയുന്നത് കേട്ട് കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ എന്നെ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു.
കരുണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതാപനോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രതാപനും ആകെ സങ്കടം വരുന്നുണ്ട്. പ്രതാപൻ പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും അമ്മേ, എൻ്റെ മോൾക്ക് ഒരു ജീവിതം നല്ല രീതിക്ക് കൊടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ ഞാനിനി എന്ത് ചെയ്യും? എൻ്റെ മോളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നെല്ലാം പ്രതാപൻ പറയുന്നു. അതേസമയം നൂലുകെട്ടിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ അവിടെ പൂർത്തിയാകുകയാണ്. അങ്ങനെ മഹിയാണെങ്കിൽ ചടങ്ങിന് വേണ്ടി ഒരുങ്ങുകയാണ്. കുഞ്ഞിനെയും അങ്ങനെ ഒരുക്കി കിടത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവരുടെ ചടങ്ങുകൾ നടക്കാനായിട്ട് ഒരുക്കങ്ങൾ നടക്കുന്നു. ദുർഗയാണെങ്കിൽ ഈ ചടങ്ങുകളൊന്നും അലങ്കോലപ്പെടാതിരിക്കാനായിട്ട് ദൈവത്തിനോട് തന്നെ പ്രാർത്ഥിക്കുന്നു. ദുർഗയ്ക്കാണെങ്കിൽ ആകെ ഒരു ഭയമാണ് ഉണ്ടാകുന്നത്. എന്തെങ്കിലും ഉലുമാലുകൾ ഒപ്പിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഭയം തന്നെ ഉണ്ടാകുന്നുണ്ട് ദുർഗയ്ക്ക്. എൻ്റെ കുഞ്ഞിന് സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നവിടെ നടക്കണം, എന്നാൽ മാത്രമേ എൻ്റെ കുഞ്ഞിന് സമാധാനമായിട്ടിരിക്കാൻ പറ്റുള്ളൂ എന്നെല്ലാം പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് പറയുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.